അത് കലക്കി. കണ്ണാ സാറേ, ജോക്ക് വായിക്കാണോ? എന്നെ ഒന്ന് വായിച്ച് കേൾപ്പിക്കേ. പുറത്തിറങ്ങിയാൽ നാട് മുഴുവൻ നിപ വൈറസിന്റെ ഭീതിയാണ്. ഞാൻ വായിക്കുന്ന ജോക്സ് എല്ലാം ന്യൂസ് പേപ്പർ ആണ്. അടികൈ. കൊച്ചളിയ, ഇയാള് പറഞ്ഞത് കേട്ടോ? എന്നെക്കാളും വലിയ മരമണ്ടൻ ഈ കണ്ണാ സാറാ. ന്യൂസ് പേപ്പർ വായിച്ച ആരെങ്കിലും ചിരിക്കോ? സാറേ, എന്ത് ന്യൂസ് വായിച്ചിട്ടാ സാർ അങ്ങനെ ചിരിക്കുന്നത്? എടാ കുട്ടികളെ, ന്യൂസ് അങ്ങനത്തെയാ. എന്ത് ന്യൂസാ? കാക്കമുട്ട കഴിക്കാൻ പാമ്പ് മരം കയറും, വനത്തിലുള്ള ഒരു പഴം കഴിച്ചാൽ ആഗ്രഹങ്ങൾ നിറവേറും. അടികൈ. കിട്ടുന്ന മുട്ട പാമ്പ് എന്ത് ചെയ്യും? ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കുമായിരിക്കും അല്ലേ? എടാ കഴുതേ, ന്യൂസിൽ എന്താന്ന് വെച്ചാല് വനത്തിനുള്ളിലെ ഒരു പഴം കഴിച്ചാൽ ആഗ്രഹങ്ങൾ നിറവേറും. സംശയമുണ്ടോ? ആ, ഇതിൽ കൊടുത്തിരിക്കുന്നത് വനത്തിനുള്ളിൽ ഒരു വലിയ മരമുണ്ട്. ആ മരത്തിലെ പഴം കഴിച്ചാൽ നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. എനിക്കെന്തായാലും ആ പഴം കഴിക്കണം. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ട്. പാലിൽ മോരൊഴിച്ച അടുത്ത ദിവസം തൈരാണ്. ഇതിലെഴുതി വെച്ചിരിക്കുന്നതെല്ലാം ശുദ്ധ മണ്ടത്തരമാണ്. അടികൈ. ഒരുപക്ഷെ സത്യമാണെങ്കിലോ? നിനക്കെന്താടാ വട്ടാണോ? ഹണി പറഞ്ഞത് ശരിയാണ്. ഒരുപക്ഷെ സത്യമാണെങ്കിലോ? സംശയമുണ്ടോ? ആ സ്ഥലം എന്തായാലും ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. എന്തായാലും ഞാൻ അങ്ങോട്ട് പോവാ. ബനി, അവൻ പോവുകയാണ്. ഒന്നുമില്ലെങ്കിലും നമുക്കൊരു പിക്നിക് പോലെ ആവുമല്ലോ. ശരി, എന്നാ പോകാം. കൊച്ചളിയ, നീ ആ മൊബൈൽ എടുത്ത മരം എവിടെയാണുള്ളതെന്ന് മാപ്പിലൊന്ന് നോക്ക്. എടാ, അത് മരമാണ്, താജ്മഹൽ ഒന്നും അല്ല. അതൊന്നും അതിനകത്ത് ഉണ്ടാവില്ല. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? എടാ പോകട്ടെ, പറക്ക്. ഞാൻ വെറും തത്തമ്മയാടോ, അല്ലാതെ ഹെലികോപ്റ്റർ അല്ല. 3 പൊണ്ണത്തടിയന്മാരെ പൊക്കാനായിട്ട്. രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ പണി തീർന്നേനെ. ചേട്ടായി, ഞങ്ങൾ അക്കരയിൽ എന്ന് എത്തിക്കാമോ പ്ലീസ്? തീർച്ചയായും എത്തിക്കാം. രക്ഷിക്കണേ, എന്നെ കൊണ്ട് നീന്താൻ കഴിയുന്നില്ലേ? നീ എന്തിനാ നീന്തുന്നേ? പറക്ക്. ശരിയാണല്ലോ, ഞാൻ മറന്നുപോയടേ. സംശയമുണ്ടോ? അതായിരിക്കുന്ന പഴം. പക്ഷെ ഒരു പഴമേ ഉള്ളൂ. എന്നാൽ ഇത് ആഗ്രഹം സാധിക്കാനുള്ള പഴമായിരിക്കുമോ? കഴിച്ചു നോക്കിയാൽ അറിയാം. ആ പഴം ഞാൻ കഴിക്കും. സംശയമുണ്ടോ? ആ പഴം ഹണി കഴിച്ചു. ഞാനിപ്പോ എന്താഗ്രഹിക്കുന്നുവോ അത് തീർച്ചയായിട്ടും സാധിക്കും. ഒരിക്കലുമില്ല, ഇത് ശുദ്ധ മണ്ടത്തരമാണ്. പിന്നെ എന്തിനാ പഴം കഴിക്കാനായിട്ട് നീ ഇങ്ങനെ ഓടിയത്? എനിക്ക് വിശപ്പായിരുന്നു, അതുകൊണ്ടാ. നീ എന്തെങ്കിലും ചോദിക്ക, ഒന്നും നടക്കില്ല. നടക്കും. സംശയമുണ്ടോ? പോപ്പട്ട് പറക്കരുതെന്ന് ഒരുപക്ഷെ ഞാൻ ആഗ്രഹിച്ചാൽ അത് നടക്കാൻ സാധ്യതയുണ്ടോ? എടേ, എനിക്ക് പറക്കാൻ പറ്റുന്നില്ല. എന്റെ അമ്മച്ചി, പിടിക്കേ. അതാ, അത് മരത്തിൽ നിന്ന് വീണ കറയാണ്. ഇതിനകത്ത് ഒരു അതിശയമില്ല. അത് ശരി. അപ്പൊ നിന്റെ തലയില് ആകാശത്തുനിന്ന് ഒരു തേങ്ങ വന്ന് വീഴട്ടെ.
ആഗ്രഹം നടക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു തെങ്ങ് പോലും ഇല്ലല്ലോ. പിന്നെ എങ്ങനെ തേങ്ങ വീഴുന്നത്? ക്ഷമിക്കണേ, ഞങ്ങളുടെ കയ്യിൽ തേങ്ങ വെഴുതി താഴേക്ക് വീണാണേ. എന്തൊക്കെയാണെങ്കിലും ശരി, ഹണിയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നുണ്ട്. സംശയമുണ്ടോ? ഇന്ന് എന്റെ ആഗ്രഹം സാധിക്കാൻ പോവുകയാണ്. കാട്ടിലുള്ള മൃഗങ്ങളെയൊക്കെ തിന്നു ഒരു രസവുമില്ല. ഇന്ന് എന്തായാലും ടേസ്റ്റി ആയിട്ടൊരു ഫുഡ് കഴിച്ചേക്കാം, അതും മിക്സ്ഡ്. ഒന്ന് പോടാപ്പാ, അല്ലെങ്കിൽ ഹണി ആഗ്രഹിച്ചു കഴിഞ്ഞാ നീ എലിയായിട്ട് മാറും. പറഞ്ഞേക്കാം. സംശയമുണ്ടോ? അതെയോ? അയ്യോ, ഞാനങ്ങ് പേടിച്ചു പോയേ. അത്രയ്ക്ക് അഹങ്കാരം. എന്നാ ശരി, നീ ഒരു എലിയായി മാറട്ടെ. എടാ കഴുതകളെ, ആ പഴം കഴിച്ചോണ്ട് ആഗ്രഹങ്ങൾ സഫലമാവില്ല. ഓടിക്കോ, അല്ലെങ്കിൽ ഇവൻ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പിടിച്ച് അകത്താക്കും. ഗ്രീൻ ആണ് ശരീരത്തിന് വളരെ നല്ലതാ. ഏയ്! ആ! ഏയ്! എടേ, നീയൊക്കെ കൂട്ടുകാരന്മാരാണോ? രക്ഷിക്കൂ! വേഗം വാ! ഹോട്ട് ഡോഗ്, എന്തായാലും ഇത് കൊള്ളാം. എന്റെ കൊച്ചളിനെ തല്ലുന്നോ? നിക്കവിടെ, നീ ഒരു പൂജയാ. ഞാനാണെങ്കിൽ ഒരു കരിമ്പുലി. കൈവെക്കുന്നത് സൂക്ഷിച്ചു വേണം. അങ്ങനെയാണെങ്കിൽ സാറ് ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞാൻ കൈവെക്കില്ല, കാലേ വെക്കൂ. ഏഹേ! ഓടിക്കോ. ഏയ്! എടാ, എനിക്ക് പറക്കാൻ പറ്റില്ല. എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോയിനടേ. അല്ല, നിങ്ങൾക്ക് എന്തേ സംഭവിച്ചത്? ഒന്നും പറയണ്ട, എന്തോ ഭാഗ്യം കൊണ്ടാ ജീവൻ തിരിച്ചു കിട്ടിയത്. എന്താ എന്താ ഉണ്ടായേ? കാട്ടില് ആഗ്രഹങ്ങൾ സഫലമാക്കുന്ന ഒരു പഴം അന്വേഷിച്ചു പോയതാ. കരിമ്പുലിയുടെ കയ്യിൽ നിന്ന് പണി കിട്ടി. പക്ഷെ പഴവും കിട്ടി. അപ്പൊ ആഗ്രഹം സഫലമായോ? ഞങ്ങൾക്കായില്ല, പക്ഷെ ആ കരിമ്പുലിക്ക് ആവുമായിരുന്നു. ബാറ്റ് കൊണ്ടടിച്ചാ അത് സിക്സർ, കാല് കൊണ്ടടിച്ചാ അത് ഗോള്. ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ഈ ലോകത്ത് പഴങ്ങളേ ഇല്ല. അടികൈ. സാറ് പറഞ്ഞത് ശരി തന്നെയാണ്. ഇതിനെല്ലാത്തിനും കാരണം ഈ ഹണിയാണ്. ഇനി ഒരിക്കലും ഞങ്ങൾ ഈ മണ്ടത്തരം കാണിക്കില്ല. മഴ പെയ്താൽ നദിയിലുണ്ടാകും വെള്ളപ്പൊക്കം. നിങ്ങൾ 4 പേരും കാട്ടിലേക്ക് പോയി കാണിച്ചു ഒരു വലിയ അബദ്ധം. അടികൈ. നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞാൻ മറ്റൊരു കവിത പറയാം. ഓടിക്കൂ. ഓ, ചുരം കേറിയപ്പോ പാണ്ടി ലോറി മറിഞ്ഞു. നിങ്ങൾ ഇത്ര പെട്ടെന്ന് എവിടെ പോയി മറിഞ്ഞു?